ഹലോ ഫ്രണ്ട്സ്, ഇതിനിടെ പോയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറൂട്ടോ നാറൂട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 91, 92, 93 അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ ഡിലേ അതിൻ്റെ കാരണം പറയാം. നമ്മളുടെ ഇൻകം വരുന്ന ആഡിൻ്റെ ആ സംഭവം ഞാൻ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് വരുമായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഇടയ്ക്ക് ഒരു 2 മാസം മുമ്പ് അത് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, എറർ ഉണ്ടെന്നും പറഞ്ഞ്. എന്നിട്ട് ഞാനത് ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ മടിച്ച് പോയി. പിന്നെ ഇപ്പം നോക്കിയപ്പോൾ 8ൻ്റെ പണി പോലെ ഒരുപാട് ടൈം എടുത്തു അതിന്. അത് കാരണമാണ് ഇച്ചിരി ലാഗായ കേട്ടോ. യൂട്യൂബ് ഉള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം. അതേസമയം നമ്മളെ കാണിക്കുന്നത് ലോഡ് കൂനെയാണ്. നീ കാലുമാറ്റം പ്ലേറ്റ് മറിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷെ ഇത്രയ്ക്കും ഒന്നും വേണ്ടായിരുന്നു മോനെ. ഇത് നീ വലിയ നാശത്തിലേക്കാണ് പോകുന്നതെന്ന്. താൻ ഇൻകോസ്റ്റ് ഹൗസിലെ കഥ പറയാതെ മര്യാദയ്ക്ക് താൻ ആരോടോ എന്താണോ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയാണ് നമ്മളുടെ ബൊറൂട്ടോ. അതേസമയം നമ്മളുടെ ഒണോക്കിനെയും കൊണ്ട് ഷെക്കി വരികയാണ്. അവൻ പറയാണ് എങ്ങനെയെങ്കിലും ഒരു സേഫ് ആയിട്ടൊരു സ്ഥലത്ത് എത്തിക്കണമെന്ന്. എന്നാൽ തന്നെ ഒണോക്കിക്ക് അതിന് ഒരു താല്പര്യമില്ല. എങ്ങനെയെങ്കിലും പോയി വില്ലേജ് സേവ് ചെയ്യണം, കാരണം ഒണോക്കി കാരണമാണ് പ്രശ്നം വന്നത്. അങ്ങനെ അത് വിചാരിച്ച് നിൽക്കുകയാണ്. അതേസമയം നമ്മളുടെ മിറ്റ്സുക്കിനെ കാണിക്കുകയാണ്. മിറ്റ്സുക്കിയും നമ്മളുടെ കൂടെ ഭയങ്കര പൊരിഞ്ഞ ഫൈറ്റാണ്. നാക്ക് കൊണ്ടല്ല അടിയാണ് ഈ അടിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ എർത്ത് സ്റ്റൈൽ സ്റ്റോൺ പില്ലർ പ്രിസൺ യൂസ് ചെയ്യാണ്. അങ്ങനെ സ്റ്റോൺ പില്ലർ പ്രിസത്തിനകത്ത് നമ്മളുടെ മിറ്റ്സുക്കിനെ ട്രാപ്പ് ചെയ്ത് പിടിക്കുകയാണ്. അങ്ങനെ പിടിച്ചു വെച്ചു. അതുപോലെ മാത്രമല്ല ടോഫ എന്ന് പറയുന്ന സാധനമല്ലേ നമ്മളുടെ അവൻ്റെ കയ്യിൽ നിന്ന്, അതുമാത്രം ഒരു സാധനം കൂവിൻ്റെ കയ്യിലുണ്ട്, സോഡ് പോലെയാണ് കേട്ടോ. അങ്ങനെ ബൊറൂട്ടോ ആണെങ്കിൽ എൻ്റെ മിറ്റ്സുക്കിനെ തൊടുവെന്നും പറഞ്ഞ് പാഞ്ഞ് വരുമ്പോൾ അതെടുത്ത് ഒരൊറ്റ വീശാണ് ബൊറൂട്ടോ തെറിച്ചടിച്ചു പോയി. ബൊറൂട്ടോനെ തൊടൂ, എന്ത് ധൈര്യമുണ്ട് നിനക്ക് എന്ന രീതിയിൽ നമ്മളുടെ സറാടയും മിറ്റ്സുകിയും അങ്ങനെ കത്താണ്. ബൊറൂട്ടോനെ കൊല്ലുഞ്ഞു എന്ന രീതിയിൽ അവൻ പോകുമ്പോൾ നീ തൊടൂലെന്ന് പറഞ്ഞ മിറ്റ്സുകി പഞ്ഞു വരുവാണ്, അതും സേജ് മോഡിൽ. അന്നത് മാത്രമല്ല, ഒരൊറ്റ വലി, ഒരൊറ്റ പിടി, ഒരൊറ്റ അടി പറന്ന് തെറിച്ചടിച്ച് പോയി. ബൊറൂട്ടോ ആണെങ്കിൽ മിറ്റ്സുക്കിക്ക് എന്നേലും പറ്റിയോ എന്നും പറഞ്ഞ് നോക്കിയാൽ സറാട പറയണേടാ നിർത്താം, അത് സേജ് മോളാണ് നട്ടങ്ങ മുന്നേന്ന്. അങ്ങനെ ബൊറൂട്ടോ ആണെങ്കിൽ ഇതിനകത്ത് ട്രാപ്പായി പോവാണ്, ഇതിനകത്ത് ഇവർ പെട്ടുപോവാണ്. കാരണം ഈ 4 സൈഡിൽ നിന്നും പൊളിഞ്ഞ് ഇവരുടെ മണ്ടയിൽ കൂടെ വീഴണം. മണ്ട ഭാഗം മൊത്തത്തിൽ ക്ലോസ് ആയി, മൊത്തത്തിൽ കൊളമായി. അതേസമയം ഇവിടെ ഷിക്കഡായി ആണെങ്കിൽ ആകെ ടെൻഷൻ, ഷിക്കമാറോ ആണെങ്കിൽ ആകെ ടെൻഷൻ ഷിക്കഡായിനോർത്ത്. ഇത് കണ്ട് നാരൂട്ടോയും അതുപോലെ തന്നെ സായും ഇതുവരെ ഇല്ലാത്ത ടെൻഷൻ എന്ന രീതിയിൽ നിൽക്കുകയാണ്. നമ്മളെ പിള്ളേർ ഗ്യാങ് എല്ലാം ഷിക്കമാറും ഇപ്പോൾ ഒരു ടീമിനെ പറഞ്ഞു വിടുമല്ലോ അവിടത്തേക്ക്, ബൊറൂട്ടോ അടുത്തേക്ക്. ആ കൂട്ടത്തിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. ഹോക്കാഗെ അടുത്ത് പോയി പറയാൻ നിൽക്കുകയാണ്. അങ്ങനെ അവർ നേരെ പോയിട്ട് ഹോക്കാഗെ കാണുന്നുണ്ട്, പറയാനായിട്ട് നിൽക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നാരൂട്ടോ പറയണം നോ വേ, നിങ്ങളെ വിടാൻ പ്രശ്നമില്ല, നോ പൊക്കോ, അതാണ് പോണ വഴി, നിങ്ങൾ വീട്ടിൽ പൊക്കോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാറു ആണെങ്കിൽ ഇല്ല പറ്റത്തില്ലെന്ന് തന്നെയാണ് പറയണം, കാരണം ഇത്ര പോയവർ തന്നെ ഇത് വലിയ തലവേദന. പിന്നെ നാരൂട്ടോ പറയണം എന്തായാലും ഞാൻ ഹോക്കാഗെ ക്യാപ്പ് വെച്ചാൽ ആര് പോയാലും എനിക്ക് കാണത്തില്ലെന്നാണ്. കാണത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സായ പറയണില്ല, ഇല്ല കാണത്തില്ല. അത് കാണുമ്പോൾ ഷിക്കമാറുവിന് മനസ്സിലായി വീട്ട് കൊടുക്കുവാണ്. ഓക്കെ, എന്നാ പിന്നെ എനിക്കും കാണത്തില്ല, എനിക്ക് മാത്രം എന്താ കണ്ണുണ്ടോ, ഇവന്മാർക്കില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ എന്ന രീതിയിൽ ഷിക്കമാറു നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ പിള്ളേർ സെറ്റാവുന്ന പോവാണ്. നമ്മളുടെ ലോഡ് കൂനെ കാണിക്കാൻ ലോഡ് കൂൻ്റെ അടുത്ത് നമ്മളുടെ മിറ്റ്സുക്കി സേജ് മോഡിൽ കത്തി ജ്വലിച്ചിരിക്കണം. ഇങ്ങനെയും പവർ ഉണ്ടോ, പൊളിയായിട്ടുണ്ടല്ലോ, മനുഷ്യരൊക്കെ വ്യത്യസ്തരാണല്ലോ, കുറേ അഴുക്ക പവർ വെച്ചെന്ന രീതിയിൽ പറയാണ്. മണ്ടൻ ഒറ്റ ഒട്ടി. അപ്പോഴത്തേക്ക് നമ്മളുടെ സറാടേനെയും ബൊറൂട്ടോനെയും കാണിക്കാണ്. പെട്ട് ബൊറൂട്ടോ ആണെങ്കിൽ ടെൻഷൻ, മിറ്റ്സുക്കിയുടെ കാര്യത്തിൽ എങ്ങനെ പുറത്ത് പോകുന്നു. അതേസമയം നോക്കുമ്പോൾ കല്ലുകളൊക്കെ ഗിടുന്ന് ഇറങ്ങുന്നു. എന്താന്ന് നോക്കുമ്പോൾ ഷേക്കി അങ്ങോട്ടേക്ക് വന്നേക്കാണ്. ആരാ വിളിച്ചിട്ട് വന്നത്? ഇല്ല, നമ്മുടെ ഒണോക്കിയാണ് വിളിച്ചിട്ട് വന്നത്. ഒണോക്കിക്ക് ഇപ്പോൾ എങ്ങനെയും കൂനെ കാണണം, ബൊറൂട്ടോയ്ക്ക് അറിയാലോ കൂ ഉണ്ടെന്നത്, അതുകൊണ്ട് ഷെക്കിനെ കൊണ്ടുവന്നതാണ്. ഷെക്കി ആണെങ്കിൽ അത് കഴിഞ്ഞ് അമ്പടാന്ന് പറഞ്ഞ് വീഴുന്നുണ്ട്, ഒരു നിവർത്തിയില്ല. മോനെ ബൊറൂട്ടോ, ഈ കിളവനെ നീ കൊണ്ടുപോക്കോ, ഞാൻ ഇനി നോക്കത്തില്ല എന്ന് പറയണം. കാരണം അത്രയ്ക്കും അവന് വയ്യ, ജുട്സ് കൂടെ യൂസ് ചെയ്തവരുടെ തീരെ വയ്യ. ബൊറൂട്ടോയും മറ്റു എതിർപ്പൊന്നും പറയത്തില്ല. ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഒണോക്കിനെ എടുത്തിട്ട് പോകുന്നുണ്ട്. താൻ കാരണം വരുത്തി വെച്ച പ്രശ്നങ്ങൾ ഇതൊക്കെ എന്താ നമ്മളുടെ ബൊറൂട്ടോ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെടുത്തിട്ട് പോകുന്നുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ പോയി പൊളിച്ചിട്ട് വാ, ഇവൻ ചത്തോടാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ചാവൂല് സറാഡ എന്ന് സറാഡത്ത് പറയണം. അതേസമയം മിറ്റ്സുക്കിനെ കാണിക്കുന്നു. കത്തി ജ്വലിച്ച് നിൽക്കുന്ന മിറ്റ്സുക്കിനെ പിന്നെയും എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോഡ്കു. നിന്റെ ബോഡി എന്താ ഇങ്ങനെ കിടന്ന് തിളങ്ങുന്നത്? കൊള്ളാം, ഇതുപോലുള്ള പവർക്ക് എനിക്കും എടുക്കണം, അതൊക്കെ പറ്റുമോ എന്ന രീതി പറയുമ്പോൾ അങ്ങനൊന്നും പറ്റത്തില്ലടാ മോനെ എന്ന രീതിയിലാണ് നമ്മളുടെ മിറ്റ്സുക്കി നിൽക്കുന്നത്. മിറ്റ്സുക്കി പാഞ്ഞും തെറിച്ചും പോയി അടിക്കുന്നുണ്ട്, അടി വീഴുന്നുണ്ട്. എന്നാൽ തന്നെ ഈ ചെറുക്കന് ഓരോ കുഴപ്പമില്ലാതെ കുണുങ്ങി അങ്ങ് നിൽക്കുവാണ്. എടുത്തടിച്ച് നിലത്തൊക്കെ അടിക്കുന്നുണ്ട്. സ്ട്രൈക്കിംഗ് ഷാഡോ സ്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല നമ്മുടെ കുറേ പാമ്പ് പറയുന്ന ടെക്നിക്കില്ലേ, അതൊക്കെ യൂസ് ചെയ്ത് ബൈൻഡ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ഞെരുക്കി വലിക്കുകയാണ്. ഒരു രീതിയില്ല. എർത്ത് സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് നമ്മളുടെ മിറ്റ്സുക്കിന് എന്ത് ചെയ്യാണ്, അവൻ പൊളിക്കാൻ നോക്കുകയാണ്. അതൊരു
വലിയ ഗോളം എന്നാണ് കൊണ്ടുവരുന്നത്. അതിനെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മിറ്റ്സുകിയുടെ കയ്യിലുള്ള അപ്പോൾ അവനെല്ലാം വെട്ടിക്കളയുന്നുണ്ട്. അതിൻ്റെ കയ്യിലൊരു സോഡ് വെച്ചിട്ട്, അതും എർത്ത് സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മിറ്റ്സുകി ആകെ പെട്ടിരിക്കുകയാണ്. ആ ഒരു ചക്രയും പോയി, ചക്രയും ലൂസായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. മിറ്റ്സുകിനെ അടിച്ച് തെറിപ്പിച്ച് ദൂരെ കളയാണ്. ഇതുപോലൊരു ചെറിയ പയ്യൻ, വീക്കായ പയ്യൻ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വരുന്നു. കാണുമ്പോൾ അറിഞ്ഞൂടെ മോനെ, നിനക്ക് ഞാൻ ആരാന്ന് കണ്ട് മറിഞ്ഞു വരണ്ടേ, ചുമ്മാ വിഷമമായോ സങ്കടമായോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ അന്യന് കളിക്കുവാണ് അവിടെ കിടന്നെന്ന്. എന്തായാലും നീ എന്തോ കള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒന്നോക്കി നിൽക്കുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞതെന്താ, നാടിന് നല്ലത് തന്നോട്ടോ ഇത് പറയാമെന്ന് പറഞ്ഞിട്ട് ഒനോക്കിക്ക് നേരെ വരാണ്. അതും പാർട്ടിക്കിൾ സ്റ്റൈല്. നിങ്ങളെ എല്ലാം ഞാൻ തീർക്കും. നിങ്ങളുണ്ടെങ്കിലല്ലേ ഈ കാര്യം പുറത്തു പോകും. ഒരൊറ്റ പൂച്ചക്കുഞ്ഞ് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ് പാർട്ടിക്കിൾ സ്റ്റൈലും കൊണ്ടുവരികയാണ്. അവിടെ ആകെ മൊത്തത്തിൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. മാത്രമല്ല വീശിയെടുത്തൊരു പാർട്ടിക്കിൾ സ്റ്റൈൽ ഇവർ നേരെ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടു പോവാണ്. അതേസമയം മിറ്റ്സുകിക്ക് ഫോർഹെഡ് പ്രൊട്ടക്ടർ ബാൻഡ് കൊടുക്കുകയാണ്. ഇനി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഇറങ്ങുമെന്ന് മിറ്റ്സുകി പറയുന്നുണ്ട്. അപ്പം തന്നെ പാർട്ടിക്കിൾ സ്റ്റൈൽ യൂസ് ചെയ്ത് അവിടെയും തുറന്ന് ഈ ചെറുക്കൻ വരുന്നുണ്ട്. കൂവിനെ എടുത്തിട്ട് അടിക്കാൻ നോക്കുകയാണ് ബൊറൂട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും വീണ് കൊടുക്കുന്ന മോനല്ലല്ലോ, ഭയങ്കരമായിട്ട് ബൊറൂട്ടോനെ എടുത്തിട്ട് അടിക്കുകയാണ്. നീ വിചാരിച്ച ആളല്ലേ ബൊറൂട്ടോ ഞാൻ എന്ന് പറഞ്ഞ് ഒരുപാട് സ്റ്റോൺസ് ഇവന് നേരെ യൂസ് ചെയ്യുമ്പോൾ സറാഡയാണ് വന്ന് ഈസി ആയിട്ട് അടിച്ചിരുന്നത്. ഭയങ്കര ഈസി ആയി പോയല്ലേ എന്നും പറഞ്ഞ് മിറ്റ്സുകിനെ പിന്നെയും തൂക്കിയെടുത്തെറിയുന്നുണ്ട്. നീ പിന്നെയും കളിക്കൂടാന്നും പറഞ്ഞ് സറാഡ പഞ്ച് ചെയ്യാൻ പോകുമ്പോൾ സറാഡേനെ എടുത്തെറിഞ്ഞ് മിറ്റ്സുകി നമ്മുടെ ബൊറൂട്ടോനെ പില്ലർ യൂസ് ചെയ്ത് ദൂരെ എറിഞ്ഞ് ആ ഒരു ഹാർട്ടിൻ്റെ പവർ അത് കിട്ടിയ അഹങ്കാരത്തെ എല്ലാം വെളച്ചിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുക്കൻ. അപ്പോഴത്തേക്കും ബൊറൂട്ടോ ആണെങ്കിൽ ആകെ കലിപ്പിലിരിക്കുകയാണ്. ഓനോക്കി പറയാണ്, ഞാനല്ലേ തുടങ്ങി വെച്ചേ, നീ കൊച്ചുങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂലേ എന്ന്. അങ്ങനെ ലൈറ്റ്നിങ് സ്റ്റൈലൊക്കെ യൂസ് ചെയ്ത് മിറ്റ്സുകി പാഞ്ഞു പോവാണ്. അതുപോലും അവൻ്റെ നേരെ ഏൽക്കുന്നില്ല. അവൻ്റെ ലൈറ്റ്നിങ് സ്റ്റൈലും അതേസമയം നമ്മുടെ പാർട്ടിക്കിൾ സ്റ്റൈൽ യൂസ് ചെയ്തും രണ്ടും കൂടെ ഒരേപോലെ ന്യൂട്രലൈസ് ആയി പോകുന്നത് പോലെയാണ് നമ്മൾ കാണിക്കുന്നത്. രണ്ടുപേരും കൂടെ മിറ്റ്സുകിയും സറാഡയും കൂടെ ആ ഗ്യാപ്പിന് കയ്യിൽ കയറി പിടിച്ച് രണ്ട് വശത്തോട്ടും വലിച്ചു പിടിക്കുകയാണ്. അങ്ങനെ മിറ്റ്സുകിനെ തൂക്കി എറിഞ്ഞ് സറാഡേനെ വലിച്ചെറിഞ്ഞ് ലാസ്റ്റ് ഇവൻ കറങ്ങിയൊക്കെ വരികയാണ്. എന്താട്ടാ കാണിക്കണേ. ബൊറൂട്ടോ ആണെങ്കിൽ ആ സമയം റസങ്കൻ എടുത്തിട്ട് വന്ന് ഒരൊറ്റ അടിയാണ് ഹൃദയവും തുറന്ന് അമ്പട മോനെ ജിൻജിൻ നക്കടി എന്ന് പറഞ്ഞിട്ട് തെറിച്ചടിച്ച് പോവാണ്. അങ്ങനെ വിളഞ്ഞ വിത്ത് പഴുത്ത് തന്നെ വീണു. അങ്ങനെ പറഞ്ഞിരുന്നാലേ ബൊറൂട്ടോ ജസ്റ്റ് തിരിയുമ്പോഴേ നിൻ്റെ വീക്ക്നെസ് ഞാൻ എന്ത് ചെയ്യും, നിൻ്റെ അത് യൂസ് ചെയ്യോടെ ജസ്റ്റ് ഇത് നമ്മുടെ പാർട്ടിക്കിൾ സ്റ്റൈൽ യൂസ് ചെയ്യാണ്. അതിനെതിരെ ബൊറൂട്ടോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓനോക്കിയാണ് അതിനേക്കാളും വലിയ പാർട്ടിക്കിൾ സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. എന്നാലും ഓനോക്കിയെക്കാളും ഒരുപാട് ഗട്ട്സിലാണ് നിൽക്കുന്നത്. നിന്നെ പഠിപ്പിച്ചതേ ഞാൻ താണ്ടാ എന്ന് പറഞ്ഞ ഓനോക്കി ഭയങ്കരമായിട്ട് ഒരു രീതിയിൽ യൂസ് ചെയ്യാണ്. ഓനോക്കിയുടെ ജീവന് പോലെ ആപത്തായിട്ട് അത് അവസാനിക്കുകയാണ്. തെറിച്ചടിച്ച് നമ്മളുടെ പറന്നു പോയി അലിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഒനോക്കിയാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാം നഷ്ടപ്പെട്ടു, കൂവും പോയി എന്ന് പറയാണ്. എനിക്കാണെങ്കിൽ ആ ഒരു മൊമോസില്ലേ അത് കഴിക്കാൻ തോന്നുന്നു എന്ന് പറയാണ്. പറ്റും, ഒനോക്കിയെ കൊണ്ട് പറ്റും, നമ്മൾ കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഒനോക്കി അങ്ങനെ കണ്ണടയ്ക്കാണ്. നമ്മളുടെ ഒനോക്കി മരിച്ചോ എന്ന് ചോദിച്ചാൽ അതെ, നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരാളെ അല്ലായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ കാണുമ്പോൾ നാറൂട്ടോ സീരീസിലൊക്കെ അത്രയും ഗട്ട്സോടെ നിന്ന് നമ്മൾ പാർട്ടിക്കിൾ സ്റ്റൈലൊന്നും ഒരു സാധനം പോലും കിട്ടില്ലാതേക്കുമ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് മഹാബാസായിട്ട് നിന്ന് ലാസ്റ്റ് വരെയും നമ്മളുടെ വാറിലൊക്കെ പൊള്ളിയായിട്ട് ഫൈറ്റ് ചെയ്ത മനുഷ്യനാണ് കിടക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഒരു എൻഡിങ് വന്നപ്പോൾ ഇങ്ങനെ ഒരു എൻഡിങ് ആയിപ്പോയില്ലേ. അപ്പോഴത്തേക്കും നമ്മളെ മിറ്റ്സുകി തിരിച്ചു വരുവാണ്. സറാഡ, ബൊറൂട്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, നിങ്ങളോട് എങ്ങനെ മാപ്പ് പറയണമെന്ന് അറിയത്തില്ലെന്ന് പറയാണ്. അതേസമയം ഫ്രണ്ട്സ് എല്ലാം വരെയാണ്. നമ്മളുടെ മിറ്റ്സുകി പോയിട്ട് കൊനോഹമാറിനെ കെട്ടിപ്പിടിക്കുകയാണ്. കൊനോഹമാർ പറയണം, നിന്നെ ഞാൻ ഇനി ഒരിക്കലും ഒറ്റയ്ക്ക് വിടത്തില്ലെന്ന്. ഫ്രണ്ട്സിനെ കണ്ടതും ഹായ് ഞാൻ തിരിച്ചു വന്നു എന്ന് പറയാണ്. എല്ലാവരോടും നന്ദിയുണ്ടെന്ന് മിറ്റ്സുകി പറയാണ്. എന്നിട്ട് നമ്മളെ കാണിക്കുന്നത് തിരികെ ലീഫ് വില്ലേജിലേക്ക് പോകാൻ നിൽക്കുന്ന പിള്ളേരെയാണ്. ഇതിൽ മിറ്റ്സുകിനെ മാറ്റിയിരുത്തിയേക്കാണ് കുറച്ച് അധികം. കാരണം അവൻ ഇപ്പോൾ കുറ്റം ചെയ്തേക്കാണ്, എപ്പോഴെങ്കിലും രക്ഷപ്പെടുമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത്. അപ്പോൾ എല്ലാവർക്കും നല്ല സങ്കടമാണ് ഒനോക്കി മരിച്ചതിൽ. ബൊറൂട്ടോയ്ക്ക് നല്ല സങ്കടമുണ്ട്. അവിടെ ആണെങ്കിൽ കാഗേമാരെ മാത്രമേ നിർത്താൻ പറ്റുന്നുള്ളൂ. ഒനോക്കിയുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യണമെന്ന് ബൊറൂട്ടോയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം കുറച്ച് നാളെങ്കിലും അത്രയും ക്ലോസ് ആയിട്ട് പോയി എന്ന രീതിയിൽ. അതേസമയം മിറ്റ്സുകി ആണെങ്കിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്തു പക്ഷെ ഇങ്ങനെയാണ്. നമ്മുടെ സായി ആണെങ്കിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം നമ്മളുടെ ഇനോച്ചിനെ കാണിക്കുകയാണ്. നമ്മളുടെ ഇനോച്ചിനാണെങ്കിൽ അക്കു മരിച്ചതിൻ്റെ സങ്കടത്തിലാണ്. ജോജോ നല്ല ഫുഡ് കഴിയാണ് കേട്ടോ.
ഇനോച്ചിൻ്റെ മുഖത മാറ്റാനായിട്ട് നമ്മളുടെ ഷിക്കഡായി ആണെങ്കിൽ ഒരു കാര്യങ്ങൾ പറയണം. ഇനോച്ചിന് അങ്ങനെ നമ്മളുടെ അക്കുവിന് വേണ്ടിയിട്ട് ഒരു കൊച്ചു ഫ്യൂണറലൊക്കെ നടത്തിയിട്ട് അക്കുവിൻ്റെ പടമൊക്കെ വരച്ചതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ലൈഫിലേക്ക് അവൻ പോലും അറിയാതെ വന്ന ഫ്രണ്ട്, അത്രയും ട്രൂത്ത്ഫുള്ളായിട്ട് നിന്ന ഫ്രണ്ട്, നമ്മുടെ ലൈഫിൽ പോലും അത്ര അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടാവില്ല അല്ലേ. അപ്പോഴത്തേക്ക് ഇവിടെ ഇനി പോകുമ്പോൾ നമ്മളുടെ ആൾക്കാരെ അവരുടെ ടീം ക്യാപ്റ്റൻ എന്തായിരിക്കും പറയാൻ പോകുന്നത്, ഓ ഹൊക്കാഗയുടെ വഴക്ക് കേൾക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ആര് പറയാണ്, നമ്മളുടെ ഷിക്കഡായി പറയണം ചില്ലാക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അതൊക്കെ കേട്ട് ഇനോച്ചിൻ ശരിയാണല്ലോ, നമ്മൾ എന്താ കാണിച്ചേ. ജോജ പറയണം, അയ്യോ അങ്ങനെയൊന്നും പറയില്ല, എൻ്റെ തൊണ്ടേന്ന് ഇറങ്ങുന്നില്ല, അയ്യോ മോഗിയുടെ കാര്യം വെച്ചിട്ട് മാഗി പോലും തിന്നാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടാണെങ്കിൽ അവനെത്തി ഇനോച്ചിൻ ഇത്തിരി ഇതാവുന്ന കണ്ടിട്ട് എന്ത് ചെയ്യാണ്, ഒന്ന് ഇതാവുകയാണ്. അതേസമയം എല്ലാ കാക്കമാരും ചേർന്ന് നമ്മളുടെ ഒനോക്കിയുടെ ഫ്യൂണറൽ ചെയ്യാണ്. അതുമാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ട്രൂ ആയിട്ടുണ്ടായിരുന്ന ആളാണെന്ന്, അത്രയും സൂപ്പറായിരുന്നെന്ന് നമ്മളുടെ നാറൂട്ടോ പറയണേ. ഏറ്റവും സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന, ബോൾഡ് ആയിട്ടുണ്ടായിരുന്ന, കൃത്യമായിട്ടൊരു ഡിസിഷൻ ഉണ്ടായിരുന്ന, അത്രയും ഹാർഡായിട്ടുണ്ടായിരുന്ന ഒരാളാണെന്ന്. വില്ലേജ് ഫുൾ വന്നിട്ടുണ്ട് ഒനോക്കിക്ക് വേണ്ടി കരയാൻ, അത്രയും ഒനോക്കി വില്ലേജിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നമ്മളുടെ ഒനോക്കി. അത്രയും വയസ്സുണ്ട്, കടുംപിടുത്തം പിടിച്ച സ്വഭാവം എന്നൊക്കെ പറഞ്ഞാലും വാറിന് വേണ്ടി എന്തുമാത്രം നിന്നതല്ലേ. ഒരു 2 വാറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒനോക്കി കേട്ടോ. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള, അത്രയും നാടിനെ സേവിച്ച ഒരു മനുഷ്യനാണത്. അങ്ങനെ നമ്മളെ കാണിക്കുന്നത് നമ്മളുടെ ബൊറൂട്ടോയുടെ വീട്ടിലാണ്. ബൊറൂട്ടോ ആകെ വിഷമിച്ചാണ് വരുന്നത്. നമ്മളുടെ വീട്ടിൽ നിന്ന് വഴക്ക് കേക്കോടാന്നൊക്കെ ഉണ്ട്. ഹിമ പറയുകയാണെങ്കിൽ ബൊറൂട്ടോ ബിഗ് ബ്രദർ ഓടി വന്ന് നമ്മളുടെ ബൊറൂട്ടിനെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. നമ്മളുടെ ഹിനാറ്റ പറയുകയാണെങ്കിൽ എന്തിനാ പറയാതെ പോയ ബൊറൂട്ടോ, അത് പിന്നെ അമ്മ ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ ഹിനാറ്റെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഓ വാട്ട് ഈസ് എൻ്റെ, എനിക്ക് വരെ കരച്ചിൽ വരുന്നു. ഓക്കെ, അങ്ങനെ നമ്മളുടെ സാക്കുറയും ഇതുപോലെ തന്നെയാണ്, പേടിച്ച് പോയി അവളെ കെട്ടിപ്പിടിക്കാനായിട്ടോ അങ്ങനെ അവർ കരയാണ്. അങ്ങനെ നമ്മളുടെ സായിനെയും ഷിക്കമാറുനെയും കാണിക്കുകയാണ്. സാറായുടെയും ബൊറൂട്ടോയുടെയും കാര്യം ആലോചിക്കുകയാണ്. അവരെന്തായാലും റൂൾസ് വയലേറ്റ് ചെയ്താണ് പോയേക്കണേ. അങ്ങനെ നാറൂട്ടോ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പറയാത്ത കാര്യമാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ഗെനിൻ പോസ്റ്റ് എടുത്ത് കളയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒന്നേന്ന് ചെയ്യണം, എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവരണം, അല്ലാതെ നിങ്ങൾക്ക് ഇനി മുതൽ ഗെനിൻ എന്ന ഇത് കാണാൻ പറ്റത്തില്ല എന്ന രീതി പറയണം. ബൊറൂട്ടോ പറയണം, മിറ്റ്സുകിയുടെ കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ നിൻ്റെ പൊക്കോളാൻ പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ പോകാൻ പോകുമ്പോൾ ആ ഫോർഹെഡ് പ്രൊട്ടക്ട് ബാൻഡ് ഒന്നും ഊരി വെച്ചിട്ട് പോകുന്നു പറയണം. അങ്ങനെ അതും ഊരി വെച്ച് സാറാടെയും ബൊറൂട്ടോയും വിഷമിച്ചിറങ്ങാണ്. കാരണം മിറ്റ്സുകിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ്. മിറ്റ്സുകിയുടെ ഇൻവെസ്റ്റിഗേഷനാണ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യം ഞാൻ വില്ലേജിൽ നിന്ന് പോയപ്പോൾ എൻ്റെ ഉദ്ദേശം ഇതൊന്നും അല്ലായിരുന്നു, എനിമീസിനെ എങ്ങനെയെങ്കിലും ട്രാക്ക് ചെയ്ത് പിടിക്കണമെന്നാണ്. അവന്മാരിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവന്മാരുടെ തലപ്പത്ത് ആരോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ പുലിയുടെ മടയിലേക്ക് പോകാൻ റെഡിയായിരുന്നു. കാരണം എൻ്റെ ഡ്യൂട്ടി അതാണ്, ഒരു ഷിനോബി എന്ന രീതിയിൽ, ഒരു നിഞ്ച എന്ന രീതിയിൽ എൻ്റെ പാത്ത് അതായിരുന്നു എന്ന രീതിയിൽ പറയണം. അപ്പോഴത്തേക്കും നമ്മളുടെ സായി ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ തോന്നി, അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ എങ്ങനെ നിനക്ക് തോന്നിയെന്ന്. അത് പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയണമെന്ന് പറഞ്ഞ് മിറ്റ്സുകി എന്തോ എന്ന് പറയുന്നുണ്ട്. മിറ്റ്സുകിയെ താൻ മനസ്സിലാക്കിയില്ലല്ലോ, എനിക്ക് മിറ്റ്സുകിയോട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്കൊന്നും പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വേറൊരു ഡയമെൻഷനിൽ പോകുന്നത്. കാണുമ്പോഴേ മനസ്സിലാവും നമ്മളുടെ ഗാരകയാണ് വിളിച്ചേക്കുന്നത്. ഗാരക പറയുന്നുണ്ട്, ഞാനും നീയും തമ്മിലുള്ള കോൺട്രാക്റ്റ് എല്ലാം അവസാനിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് പോലൊന്നും അല്ല കേട്ടോ, നീ വലിയ ആളാണ് ബൊറൂട്ടോ, ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരു മനുഷ്യനെ പോലും ഇനി വിശ്വസിക്കരുത്, നഖത്തിൻ്റെ ഇടയിൽ വരെ കള്ളന്മാരാണ് ഈ മനുഷ്യരെന്ന് വിചാരിച്ച എന്നെ നീ ഇത്രയും ആക്കി, നിനക്ക് എൻ്റെ മനസ്സ് മാറ്റാൻ പറ്റുമെങ്കിൽ നീ ഒരു സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് ഗാരക പോവുകയാണ്. അതേസമയം ബൊറൂട്ടോ എണീക്കടാ ബൊറൂട്ടോ എന്ന് പറഞ്ഞ സാറാടെ വിളിച്ചെടുത്താണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ മിറ്റ്സുകിനെ ഇറക്കി, അതായത് മിറ്റ്സുകി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് അവനെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവർ പോയി തിരക്കുമ്പോൾ മിറ്റ്സുകി ഓൾറെഡി പോയില്ലോ എന്ന് പറയണം. എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ അതേ അങ്ങോട്ടാ പോയി, അവൻ എങ്ങോട്ട് പോയി, അവൻ പിന്നെയും വില്ലേജ് വിട്ട് പോയോ, അയ്യോ അവൻ ഇനി ഒറോച്ചുമാരുടെ അടുത്ത് പോയോ എന്നും പറഞ്ഞിട്ട് ഓടിച്ചെന്ന മിറ്റ്സുകിയെ കാണാണ്. ബൊറൂട്ടോ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. എനിക്ക് നിന്നെ മനസ്സിലാവും മിറ്റ്സുകി എന്നൊക്കെ പറഞ്ഞ് ഇനി എന്ത് വേണോ പറഞ്ഞോളാൻ പറയുമ്പോൾ, ഇല്ല ബൊറൂട്ടോ ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് ആ ഫ്രണ്ട്ഷിപ്പ് മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് പറഞ്ഞ് സംസാരിക്കും, ഇമോഷണൽ ആവാണ്. അങ്ങനെ പഞ്ചൊക്കെ കൊടുക്കുമ്പോഴാണ് സാറാഡ് അങ്ങോട്ട് വരുന്നത്. എന്നെ കൂട്ടുന്നില്ലേ, ഞാനും നിങ്ങളുടെ കൂടെ കാണും, എന്താണ് പ്രശ്നം എന്ന് പറയാണ്. വെയിറ്റ് ഇട്ട് നിന്ന് സാറാഡ് പെട്ടെന്ന് പറയണം, ഈ പൊട്ടൻ ബൊറൂട്ടോനെ കാരണം പദവിയും പോയി എല്ലാം പോയിന്ന്. അപ്പോഴത്തേക്കും ആണ് മിറ്റ്സുകി ചിരിക്കുന്നത്. അതായത് ബൊറൂട്ടോ പറയണം, ഇങ്ങനൊരു സമയത്താണോടി അത് പറയുന്നതെന്ന്. ഒറോച്ചുമാർ പറയണം, മനുഷ്യൻ്റെ ഫീലിങ്സ്
ഫീലിങ്സ് മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഉദാഹരണമാണ് മിത്സുക്കി ഇപ്പോൾ പോയത്. അവൻ ഒരു മനുഷ്യനായതുപോലെ ഇങ്ങനെ ഫീലിങ്സ് മാറിക്കൊണ്ടേയിരിക്കും പ്രായം കൂടുന്തോറും എന്നൊക്കെ. അപ്പോഴത്തേക്കും നമ്മളുടെ അഴിനത്ത് കേൾക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയും. അതേസമയം നമ്മളുടെ ബൊറൂട്ടോനെ കാണിക്കുകയാണ്, സറാഡേനെ കാണിക്കുകയാണ്, മിത്സുക്കിനെ കാണിക്കുകയാണ്. 3 പേരും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്, ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്, ഒന്നിച്ച് നിൽക്കുകയാണ്. ടീം 7 ഒന്നിച്ച് കാണുമെന്ന് പറഞ്ഞ് വരുമ്പോഴാണ് ഓൾഡ് മാൻ ഒനോക്കിനെ കാണിക്കുന്നത്. ഹേയ് കിളവാ, നിങ്ങൾ മരിച്ചു എന്ന രീതിയിൽ ബൊറൂട്ടോ പറയാണ്. എന്നിട്ട് ഒരു സങ്കടവും ഇല്ലാത്ത പോലെ പോകുന്നുണ്ടെങ്കിലും നല്ല സങ്കടമുണ്ട്. അകത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കല്ല് തിളങ്ങുന്നു. ഇത് ഹാർട്ട് സ്റ്റോൺ അല്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ ഓടിപ്പോവാണ്. ഒനോക്കിയുടെ എല്ലാ കാര്യങ്ങളും ഓർക്കാണ്. ഒനോക്കി എത്ര ഇതായിരുന്നു എന്നും റൂഡായിരുന്നു എന്നും പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർക്കാണ്. ആ സ്റ്റോൺ എടുക്കുമ്പോൾ അതിങ്ങനെ വെട്ടിത്തിളങ്ങാണ്. ഇത് ആ ഹാർട്ട് സ്റ്റോൺ അല്ലേ എന്ന് പറയാണ്. ആ ഒരു ഹൃദയക്കല്ല, അത് നീ നിൻ്റെ ബുദ്ധി കൊണ്ട് തിരക്കല്ലേ, ഹൃദയം കൊണ്ട് തിരക്കണം എന്നൊക്കെ പറഞ്ഞതോർത്ത് അങ്ങനെ കിളവാ നിങ്ങൾ എന്താ കാണിച്ചതെന്ന് പറഞ്ഞ് ബൊറൂട്ടോ അങ്ങനെ കരയാണ്. അങ്ങനെ കരയുന്ന ബൊറൂട്ടോ നോക്കി എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാമേത് അവർ നിൽക്കുകയാണ്. കൊനോഹമാറിനെ കാണിക്കുകയാണ്. ടീമിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരും, എൻ്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് കൊനോഹമാർ പറയുമ്പോൾ നമ്മളുടെ സുചിക്കാഗിയും അതുപോലെ തന്നെ കുറോട്സുച്ചിയും അങ്ങോട്ട് വരികയാണ്. നമ്മളുടെ നറൂട്ടോയുടെ ടീം ഹെൽപ്പ് ചെയ്തതിന്, നറൂട്ടോയുടെ വില്ലേജിൽ നിന്ന് ആൾക്കാർ ഹെൽപ്പ് ചെയ്തതിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അവിടെ നടന്ന സംഭവത്തിലൊക്കെ പറയുന്നുണ്ട്. ഒരു നിഞ്ച കറക്റ്റായിട്ടുള്ള പാത്തിൽ പോകുമല്ലേ നറൂട്ടോ, നീ പിന്നെ തെറ്റൊന്നും കാണിച്ചിട്ടില്ലല്ലോ എന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കി വിടുകയാണ്. അത് കേൾക്കുമ്പോൾ നറൂട്ടോയ്ക്ക് മനസ്സിലായി, ഓ ബൊറൂട്ടോനെ എടുത്തോളതിനെ പറ്റിയാണ്. എന്നാൽ പിന്നെ പിള്ളേരെ വിട്ടേരാ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ എന്ന് പറയണം. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ മിത്സുക്കി സറാഡ വന്ന് നിൽക്കുമ്പോഴാണ് എന്തായാലും ടീമിൽ നിന്ന് പോയി ഇനി നമുക്ക് എന്തെങ്കിലും രാജ്യസേവനമൊക്കെ ചെയ്ത് നിൽക്കാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ കൊനോഹമാർ പറയണം, ആരാ പറഞ്ഞേ അടുത്ത മിഷന് പോകാൻ നിങ്ങൾ റെഡി അല്ലേ എന്ന്. അപ്പോഴറിയുന്ന ടീമിൽ നിന്ന് എടുത്ത് കളഞ്ഞൊന്നുമില്ലെന്ന്. അങ്ങനെ നമ്മളുടെ മിത്സുക്കിയുടെ അടുത്ത് കാണിക്കുകയാണ്. ബൊറൂട്ടോയുടെ ഫോട്ടോ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരുപാട്, അതായത് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും ഫോട്ടോ ഉണ്ട്. പിന്നീട് നമ്മൾ നറൂട്ടോനെ കാണിക്കുകയാണ്. ക്യാമറ ചവിട്ടി തിന്നാൻ വരുന്ന നറൂട്ടോ അല്ല കാണുന്നത്, ഫാദർ ആൻഡ് ചൈൽഡ് ഡേക്ക് അഡ്വർടൈസ്മെൻറ്റ്, അതായത് പരസ്യം കൊടുക്കുന്ന നറൂട്ടോയാണ്. അതായത് ഫാദർ ആൻഡ് ചൈൽഡ് ഡേ എന്നൊരു ഡേ നമ്മളുടെ ഈ ലീഫ് വില്ലേജിൽ ആചരിക്കാൻ പോവാണ്. സോ നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഫാദേഴ്സിനും ഹാപ്പി ഫാദേഴ്സ് ഡേ അല്ല, ഫാദർ ആൻഡ് ചൈൽഡ് ഡേ എല്ലാ ചൈൽഡിനും അങ്ങനെയാണ്. കാരണം ഈ ഒരു സമയത്ത് പിള്ളേർക്ക് സ്കൂൾ അവധിയായിരിക്കും, അതുപോലെ തന്നെ അച്ഛന്മാരുടെ ഡ്യൂട്ടിയിലുള്ളവർക്ക് അന്ന് ഫ്രീ ആയിരിക്കും. അങ്ങനെ എല്ലാവരും കൂടെ കിടന്ന് ബഹളം വെക്കുകയാണ് അവിടെ, ഭയങ്കര ബഹളം. അതേസമയം നറൂട്ടോയ്ക്ക് പോകണമെന്നുണ്ട്. ഷിക്കമാറ് പൊക്കോ എന്ന് പറയുമ്പോഴാണ് ഇവന്മാർ വരുന്നത്. കുഴപ്പമില്ല, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് ഷിക്കമാറ് പറയുന്നതോടെ നറൂട്ടോയും ഒരു വിധത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസമേ ഹിമവാരം എന്തെയാണ്, നറൂട്ടോ വരുമോ ഇന്ന്, ആളൊക്കെ അച്ഛൻ വരുമോ ഇന്ന്, വരാനുള്ളതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഹിമവാരം ഒരു വിധത്തിൽ റൂമിൽ പോയി കിടന്ന് ഉറങ്ങുന്നില്ല. അയാൾ വരുമോ ഇല്ലയോ എനിക്കറിയത്തില്ല എന്ന രീതിയിൽ ബൊറൂട്ടോ നിൽക്കുകയാണ്. എന്തായാലും ഞാൻ പോവാമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഹിനാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, രാത്രിയല്ല ഒരു പുലർച്ചെ ഹിനാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ നറൂട്ടോ ഒരു കുറച്ച് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ നമ്മളുടെ നറൂട്ടോനെ ഉറക്കുഴഞ്ഞാണ് വരുന്നത്. ഇത് കാണുമ്പോഴേ നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് മനസ്സിലായി ആള് ഫുൾ കുഴഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനില്ല, താൻ എന്തോ ചെയ്യുക, അവിടെ ഹിമവാരം ഇരിപ്പുണ്ട്, അവളെ വിളിച്ചോണ്ടോ, ഞാൻ ഈ പിള്ളേർ കളിക്കുന്ന നിൽക്കാറില്ലെന്നേ എന്ന് പറഞ്ഞ് ബൊറൂട്ടോ പോവാണ്. നറൂട്ടോയ്ക്ക് മനസ്സിലായി നറൂട്ടോയ്ക്ക് തീരെ വയ്യാത്തതുകൊണ്ടും ഹിമവാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തോ എന്നുള്ളത് കൊണ്ടുമാണ് ബൊറൂട്ടോ പോയെന്ന്. അത് തന്നെയാണ് കേട്ടോ കാര്യം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ നറൂട്ടോ ഇറങ്ങി പോകുമ്പോൾ ഹിമവാര തറയിൽ കിടന്നുറങ്ങാണ്. വിളിച്ചുണർത്തുമ്പോൾ വന്നോ, അയ്യോ ഇനി എനിക്ക് പോവാലോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നോക്കുമ്പോൾ കയ്യിലാണെങ്കിൽ നമ്മളുടെ കുറാമയുടെ പാവ വിൽക്കുന്ന സെയിലിൻ്റെ പോസ്റ്റർ അടക്കാണ്. ഫാദർ ആൻഡ് ഡേ സ്പെഷ്യൽ കുറാമ പാവ, അച്ഛന്മാർ വരും മകൾക്ക് വാങ്ങിച്ചു കിട്ടുകയോ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കാണ്. അയ്യോ എന്താ സാധനം, ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച എന്ന് പറഞ്ഞിട്ട് നറൂട്ടോ നിൽക്കുകയാണ്. അത് സാരമില്ല, എനിക്ക് അച്ഛനെ കണ്ടപ്പോൾ മനസ്സിലായ ക്ഷീണമല്ലേ, പൊക്കിടന്ന് ഇറങ്ങിക്കോ എന്ന് പറയാണ്. അപ്പോൾ നറൂട്ടോ ആണെങ്കിൽ 2 കൗളിലും സ്ലാപ്പ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, കവള് നൊന്ത് എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് ബോധം വന്നു, നമുക്ക് പോവാം എന്ന് പറയാണ്. ഒരു ഫാദർ ആൻഡ് ചൈൽഡ് ഡേ ആയിട്ട് ഞാൻ തന്നെ ആചരിച്ചില്ലെങ്കിൽ എൻ്റെ വില്ലേജിൽ ആരാചരിക്കാനാണ്, ഞാൻ ചെന്ന് പറഞ്ഞാൽ കടക്കാരൻ മണിയായിട്ട് കൊണ്ട് തരും, എത്ര പാവ വേണം മോക്ക് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാണ് നമ്മളുടെ ഹിമവാരനെ. പോകുന്ന സമയം ഹിമവാര ഭയങ്കര ഹാപ്പിയാണ്. നറൂട്ടോയുടെ കൂടെ അങ്ങനെ അധികമൊന്നും പുറത്തിറങ്ങാറില്ല. അപ്പോഴത്തേക്കും ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സന്തോഷം. അങ്ങനെ നറൂട്ടോ ആണെങ്കിൽ കോളേജ് എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അവിടെ ചെല്ലുമ്പോൾ ആൾക്കാരുടെ തിരക്ക്, ജനപ്രവാഹം. നമ്മൾ പറഞ്ഞ കണക്ക് നറൂട്ടോയ്ക്ക് വാങ്ങിച്ച് കൈ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ കടക്കാരൻ മണിയായിട്ട് കൊടുത്തരുമെന്ന് പറഞ്ഞാൽ നോ വേ. ഹൊക്കാഗിയോ ഇവർക്ക് ഇനി ഹൊക്കാഗി അറിഞ്ഞൂടെ എന്തോ, അതുകൊണ്ട് തട്ടി മറിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് നമ്മളുടെ അക്കമാറും അതുപോലെ തന്നെ അക്കിമീറും അതുപോലെ തന്നെ കിബയും വരുന്നത്. കിബ പറയുന്നുണ്ട്,
അപ്പോൾ ഒരു കൊച്ചിന് കൊടുക്കാനായിട്ട് ഞാനും ആ ഒരു ബൊമ്മ നോക്കി തന്നെയാണ് വന്നത്. ഷീ ആക്ച്വലി ലൈക്സ് ദാറ്റ് എന്ന രീതിയിലൊക്കെ പറയണം. ഓ നിനക്കും സെറ്റായോടാ എന്ന രീതിയിൽ നോക്കുകയാണ്. അതേന്ന് പറയണം. നമ്മളുടെ അമ്മമാരാണെങ്കിൽ കണ്ടതും പോയി ഹായ് പതിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അക്കമാരോനെ അതുപോലെ അക്കമാരോനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അക്കമാരുടെ മോനെ പോലാണ് ആ പട്ടിക്കുട്ടി. അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്കറിയാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും എന്താണ് ആണ് കേട്ടോ, ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നാണ്. നാറൂട്ടോ ആ ഒരു ബൊമ്മയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവന് കൊടുക്കാനാണ്, അവനൊരു സർപ്രൈസ് പ്രസൻ്റ് ആയിട്ടാണ് അവൾ കൊടുക്കുന്നതെന്നൊക്കെ പറയണം. രണ്ടുപേർക്കും അത് വേണം, അത്ര അധികം കഴിവുണ്ട് എന്ന് പറയണം. ഇത്രയും അധികം ആൾക്കാർ വന്നേക്കുന്നത് വാങ്ങാനാണ്. ഞാൻ എങ്ങനെയും നിന്നെയും കടന്നു അത് വാങ്ങോടാ ചെറുക്ക എന്ന രീതിയിൽ കിബ പറയാണ്. അപ്പോഴത്തേക്കും കാണാൻ തുറന്ന് പടപടപടപടയെന്ന് ആൾക്കാർ സൗണ്ട് പൊളിച്ച് കയറി പോവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഹിമവാരയാണെങ്കിൽ അക്കമാറിനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ കുറേ ആൾക്കാർ പോയതെല്ലാം തിരിച്ചു വരാണ്. കിട്ടിയില്ല എന്ന് പറഞ്ഞ് നാറൂട്ടോ ആണെങ്കിൽ ഒരെണ്ണം പിടിച്ചുകൊണ്ട് വരാണ്. കിട്ടി മോളെ, ഞാൻ വാങ്ങിക്കാതെ വരുമോ എന്നും പറഞ്ഞാൽ അത് കൈ കൊടുക്കുകയാണ്. ഹിമവാരയാണെങ്കിൽ ഭയങ്കര സന്തോഷം. കിബയാണെങ്കിൽ ഷോ അവന് കിട്ടി, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്ന അയ്യോ അത് നമ്മളുടെ ഷുക്കാക്കു. നമ്മളുടെ ഹിമവാരിക്ക് വരെ മനസ്സിലായത് ഷുക്കാക്കു ആണെന്ന്. നാറൂട്ടോ ഇതല്ലേ അത്, ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മളുടെ കിബ പുച്ഛിച്ച് തള്ളാണ്. എന്തിന് അക്കമീറും വരെ തള്ളുന്നു പുച്ഛിച്ച്. നാറൂട്ടോ ക്ലോൺസിന് ഉണ്ടാക്കിയിട്ട് അവന്മാരെ കൊണ്ട് പറഞ്ഞു വിടാതെ നോക്കിയാൽ അതാണെങ്കിൽ ദാരിദ്ര്യം പിടിച്ച 2 ക്ലോൺസ്. എന്തായാലും മോളെ ഈ ഒരു ഷുക്കാക്കും കൊള്ളൂലേ, അതും ക്യൂട്ടായിട്ട് ചബ്ബിയായിട്ടില്ലേ കാണാൻ. എനിക്ക് മറ്റേത് മതിയെന്ന് പറഞ്ഞത് കാണാം. എന്ത് ചെയ്യാനാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മളുടെ നാറൂട്ടോയുടെ ക്ലോൺസ് ആണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് അവന്മാരും മാഞ്ഞുമാണ്. എന്തായാലും ഞാൻ സഹായിക്കാം മോളെ എന്ന് കിബ പറയാണ്. ഇനി അവൾക്ക് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും എൻ്റെ കുഞ്ഞിപ്പെണ്ണെ എന്ന് നമ്മളുടെ കിബ പറയണം. അങ്ങനെ നമ്മളുടെ നാറൂട്ടോ ഒരു സൈഡ് കിബ ഒരു സൈഡ് നോക്കാൻ പോവാണ്. ആദ്യം പോയിട്ട് ഇനോടെ ഫ്ലവർ ഷോപ്പിലാണ് ഈ പാവ വാങ്ങാൻ കയറുന്ന ബുദ്ധിവാൻ തന്നെ കൊച്ചു കള്ളിന് നാറൂട്ടോ മണ്ടടിച്ചിരിക്കണ്ടേ അവൻ്റെ. അങ്ങനെ ഇല്ലെന്ന് പറയുമ്പോൾ പോകാൻ നോക്കുമ്പോൾ നമ്മളുടെ ഇനോയാണെങ്കിൽ ഒരു സൺഫ്ലവർ എടുത്തിട്ട് നമ്മളുടെ ആർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മളുടെ ഹിമവാരിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഹിമവാരിയാണെങ്കിൽ ഹായ് സൺഫ്ലവർ എന്ന് പറഞ്ഞിട്ട് 2 സൺഫ്ലവർ വാങ്ങുന്നുണ്ട്. നാറൂട്ടോയുടെ കോളറി കൊത്തി വെച്ചെടുക്കുന്നുണ്ട്. മിടിക്കി തന്നെ. അങ്ങനെ നമ്മൾ ക്ലൂന്നാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നാറൂട്ടോ പിന്നെയും മുമ്പോട്ട് പോവാണ്. എത്ര കൂളായിട്ടാണ് നമ്മൾ നാറൂട്ടോ ഇപ്പോൾ നിൽക്കുന്നതെന്നോ. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ നോക്കുമ്പോൾ മോനെ നീ ഇത് കഴിച്ചേ ഞാൻ നോക്കട്ടെ കഴിക്കുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ആരാ ഷീനോ എന്തിനാ വെച്ചിട്ടാ നമ്മളുടെ കുറാമയുടെ പാവ വെച്ച് കളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് പാവയോ, ഇത് എനിക്ക് തറയിൽ കിടന്ന് കിട്ടിയത് എന്താണ് ഇത് പിള്ളേരുടെ പാവയാണെന്ന് തോന്നുന്നല്ലേ. ഓക്കെ എനിക്കറിയത്തില്ലായിരുന്നു, നിനക്ക് സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബൊറൂട്ടാണെങ്കിൽ ഇയാൾക്ക് പ്രാന്തോ, ഇയാളല്ലേ കളിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ കണ്ടാണല്ലോ എന്താണ് എന്ന രീതി പറഞ്ഞിട്ട് ബൊറൂട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട്. ഇതെൻ്റെ ഒന്നും അല്ല, നിനക്ക് വേണോ എന്നാൽ തരത്തില്ല, തറയിൽ കിടന്നതല്ലേ അതുകൊണ്ട് ആർക്കും കൊടുക്കലെന്നാണ് എന്ന് പറയണേ. ഞാൻ ക്ഷമിക്കണം മുത്തേ എന്ന് പറഞ്ഞ് ബൊറൂട്ടോ പോയോണ്ട് നിന്നെ അറിയത്തില്ല ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് അതിനെ സമാധാനിപ്പിക്കുകയാണ് നമ്മളുടെ കുറാമേനെ. അങ്ങനെ നമ്മളുടെ നാറൂട്ടോ അടുത്ത് ഹിമവാരനെ കൊണ്ട് പോകുന്നത് ടെൻറ്റൻ്റെ കടയിലേക്ക്. ടെൻറ്റൻ വെപ്പൺ ഷോപ്പാണ് വെച്ചേക്കുന്നതെന്ന് അറിയില്ല. അവിടെ പോയി ചോദിക്കുന്നു ഈ പാവക്കുട്ടി ഉണ്ടോന്ന്. എനിക്ക് പയ്യ. അങ്ങനെ നമ്മളുടെ നാറൂട്ടോ ആണെങ്കിൽ ഫാദർ ആൻഡ് ചൈൽഡ് ഡേക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ക്യുനായി കാണുകയാണ്. അതിൻ്റെ 2 എഡ്ജിലും ക്യുനായി ഉണ്ട്. അത് ഒന്ന് ഷാർപ്പായിട്ടുള്ള വേറൊരെണ്ണം, ഒന്ന് മറ്റേതുമാണ്. ഇത് ഒന്ന് ഫാദറിനും ഒന്ന് ചൈൽഡിനും വേണ്ടിയാണ്. ഇത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ട്രിക്കൊക്കെ പറയുമ്പോൾ നാറൂട്ടോ ആണെങ്കിൽ ആ സാധനം ഇല്ലല്ലോ ഞാൻ പൊക്കോട്ടെ എന്ന രീതി പറയാണ്. എൻ്റെ കടയിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞു വന്ന രീതിയിൽ അവൾ കിടന്ന് കരയാണ്. പിന്നെ അതും വാങ്ങിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ ഹിമവാരം ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്ത് നാറൂട്ടോ എന്തെയാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാണ്. പോക്കറ്റിലെ കാശ് തീരുന്നല്ലാതെ വേറെ ഒരു ഗുണമില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കുകയാണ്. പഴയ പേഴ്സാണ് നാറൂട്ടോ എപ്പോഴും ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മളുടെ ജിറയുടെ കൂടെ ഉണ്ടായിരുന്ന അതെ. അപ്പോൾ കിബ വന്നിട്ട് എന്ത് ചെയ്യാണ്, അവിടെ വിളിക്കുകയാണ്. അവിടെ ഒരു കടയിൽ ഉണ്ടത്രേ, ഒരെണ്ണം ഉണ്ടത്രേ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് വന്നു. അക്കമാറിൻ്റെ കൂടെ ഉണ്ട്. അക്കമാറും ഇപ്പോൾ കൊണ്ടുവരും. നിനെക്കൊണ്ട് പറ്റത്തില്ല, പക്ഷേ എന്നെ കൊണ്ട് പറ്റും. ഞാൻ ആരാ മോൻ എന്ന രീതിയിലൊക്കെ പറയുകയാണ്. ഹിമവാരം ഭയങ്കര സർപ്രൈസ്ഡായിട്ട് എന്ത് ചെയ്യണം സാധനം വാങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ അത് വാങ്ങിച്ച് കൈ കൊടുക്കുന്നത് ബർഗർ. എടാ ചെറുക്ക അക്കമാറു, നീ ഇതിൻ്റെ മണം കേട്ട് അതവിടെ വെച്ചിട്ട് ഇത് എടുത്തിട്ട് നീ വന്നോ, നിനക്ക് ഇത് എടുത്തപ്പോൾ അറിയത്തില്ലായിരുന്നോ ബർഗറാണെന്ന്. എന്ത് ചെയ്യാനാണെന്ന് പറയണം. അക്കമാറാണെങ്കിൽ ആ പോയ ആളെ കാണിച്ചു കൊടുക്കണം. അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയത്തില്ല രമണ. അങ്ങനെ എന്ത് ചെയ്യാണ്, നാറൂട്ടോയാണ് പുറകെ പോകുന്നത്. കിബ എടുത്ത് ഇത്ര ചെയ്തത് തന്നെ നന്ദി എന്ന് പറയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ നാറൂട്ടോ ക്ലോൺസ്
ഉണ്ടാക്കണം നടക്കുന്നില്ല. അങ്ങനെ നമ്മളുടെ കുറാമ എടുത്ത് പോയി ചോദിക്കാണ്, സർ സഹായിക്കോ? നീ അല്ലേടാ പറഞ്ഞ ഷുഗാക്ക് കൂട്ടെന്ന്. അയ്യോടാ നീ കൈ വച്ചിരുന്നാ മതി, നീ അവൻ കൂട്ടെന്ന് പറയും. ഞാൻ എന്താടാ കുഴപ്പം? എൻ്റെ പാവ വാങ്ങിച്ചു കൊടുക്കുന്നതിന് നിനക്ക് പ്രശ്നം? നിനക്ക് എന്നെ കണ്ട തിരിച്ചറിയാൻ വയ്യ? കൊള്ളോടാ നീ, ഞാൻ എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ സഹായിക്കുന്നേ ഇല്ല. ഒരു വിധത്തിൽ നാറൂട്ടോ അവനെ ട്രേസ് ചെയ്ത് പിടിച്ച് ചെന്ന് നോക്കുമ്പോൾ അത് നാറൂട്ടോയുടെ കൂടെ തന്നെ ഉള്ള ഒരാളാണ്. അത് നാറൂട്ടോ നോക്കുന്ന ഇതിലുള്ള നമ്മളുടെ ബോർഡറൊക്കെ നോക്കുന്ന ആളാണ്. അത് ഇപ്പോഴാണ് അവൻ വരുന്നത്, വല്ലപ്പോഴേ നാട്ടിലേക്ക് വരത്തുള്ളൂ. ഇനി അടുത്ത വർഷം ഫാദർ ആൻഡ് ചൈൽഡ് ഡേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം കൊച്ചൊരാഗ്രഹം പറഞ്ഞപ്പോൾ സാധിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കണ്ടതുകൊണ്ട് എടുത്തിട്ട് വന്നതാണ്. നമ്മുടെ ഹൊക്കാഗയുടെ ആണെന്ന് അറിയില്ല, എന്നോട് ക്ഷമിക്കണം, എൻ്റെ ജോലി കളയരുത്, എനിക്ക് വേറെ ജോലിയൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഹിമവാരിയാണെങ്കിൽ ആ ഒരു പാവ അയാൾ അവിടെ വെച്ചത് എടുക്കുകയാണ്. മോള് തന്നെ എടുത്തോ, എനിക്ക് വേണ്ട എന്നൊക്കെ അയാൾ പറയാണ്. എനിക്ക് ഇന്നിത്തിരി ഇത് തരണം എന്ന രീതിയിൽ പറയാണ്. അങ്ങനെ ഹിമവാരി എന്ത് ചെയ്യുന്നുണ്ട്, ആ പാവ എടുത്തിട്ട് പോകുന്നുണ്ട്. ഇയാളാണെങ്കിൽ കുഴപ്പമില്ല, ഇനി അവനോട് എന്ത് പറയുമെന്നും പറഞ്ഞ് നോക്കുമ്പോൾ ആ ചെക്കനും വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹിമവാരി കൊണ്ട് ഇന്നാ ഇത് നിനക്ക് നിൻ്റെ അച്ഛൻ വാങ്ങിച്ചതാ, വെച്ചോ എന്ന് പറയാണ്. അവനാണെങ്കിൽ ഹായ് കൊള്ളാം, നല്ല രസമുണ്ട് ചേച്ചിയാണ് എടുത്തിട്ട് വന്നേ, നന്നായിട്ടുണ്ട്, അച്ഛനാണ് വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. എത്ര നല്ല കൊച്ചാന്ന് പറഞ്ഞ് കിബ തന്നെ നോക്കുന്നുണ്ട്, അവനും നോക്കുന്നുണ്ട്, നാറൂട്ടോയും നോക്കുന്നുണ്ട്. കാരണം ഇവൾ ഇത്ര ചെറുപ്പത്തിലേ ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ. നാറൂട്ടോ പറയണം, ഇന്ന് മുതൽ നീ ബോർഡിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്ക് ഇവിടെ ഗേറ്റ് കീപ്പിങ്ങിന് നിൽക്കാം. എന്നെ മിലിറ്ററിയിൽ നിന്ന് എടുത്ത് കളഞ്ഞു എന്ന രീതിയിൽ ചോദിക്കുകയാണ്. അപ്പം നമ്മളുടെ നാറൂട്ടോ പോകുമ്പോൾ എടുത്ത് കളയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കടന്ന് കരയാണ്. എന്നെ എന്നാലും എടുത്ത് കളഞ്ഞല്ലോ, ഹൊക്കാഗെ അത്രയ്ക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ലേ എന്ന രീതിയിൽ പറയുമ്പോൾ കിബയാണ് പറഞ്ഞിട്ടുള്ളത്, മോനെ നിനക്ക് നിൻ്റെ ഫാമിലിയിൽ കൂടെ നിൽക്കാനാണ് നാറൂട്ടോ ചെയ്തു തന്നെയെന്ന്. അതേസമയം ആരെ കാണിക്കുകയാണ്, നമ്മളുടെ ഹിമവാരിനെ കാണിക്കുകയാണ്. അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത് ഒരു കഴുത്തിലെ മാലയാണ്, ഒരു ഷുറിങ്കൻ്റെ മാല, പിങ്ക് കളർ. അതേസമയം ഷുക്കാക്കോനെയും ആ ഒരു എന്താ ഷുറിങ്കൻ മാലയും അതുപോലെ തന്നെ സൺഫ്ലവറും ഒക്കെ വെച്ച് തന്നെ നമ്മളുടെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. നാറൂട്ടോയ്ക്ക് നല്ല സങ്കടമുണ്ട്, കുറാമേനെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ലേ. സാരമില്ലെന്നേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, എടുത്തിട്ട് പോവാണ്. അവിടെ വെച്ചാണ് എപ്പിസോഡ്. അപ്പോൾ പെൻഡിങ് എപ്പിസോഡ്സ് ഒരുപാടുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം. നമുക്കല്ല, നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ഫാമിലിയിൽ കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നു നോക്കിക്കോ. കാരണം ഞാനൊരു ജിൽജിലിപ്പിലാണ്. ഓക്കെ, അപ്പം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ സമയത്ത് ബോറൂടെ തീർക്കും കറക്റ്റായിട്ട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. നിങ്ങൾ ഒട്ടും സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ചിലക്ക് ഡള്ളാവുന്നത്. എനിവേ ടാറ്റ.